അല്ല ടീച്ചറെ, ഒന്ന് നിന്നേ. ദേവമാഷ് വിളിച്ചപ്പോൾ ഭദ്ര തിരിഞ്ഞു നോക്കി. മാഷ് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ മാഷേ? അല്ല, അനന്തൻ കെട്ടാൻ പോകുന്ന കുട്ടിയല്ലേ പാർവതി. അപ്പം അവളെക്കുറിച്ച് പറഞ്ഞിട്ടും അനന്തൻ ടീച്ചറെ ഒന്നും പറഞ്ഞില്ലേ? ദേവമാഷ് പറഞ്ഞത് ഭദ്രയുടെ മുഖത്തിൽ ഫലിച്ചു. അവളുടെ മുഖം മങ്ങി. ആവോ, എനിക്കറിയില്ല മാഷേ. ഭദ്ര വരുത്തിച്ച ചിരിയോടെ നടന്നു. അവളുടെ മുഖം മങ്ങിയതും ദേവമാഷിന്റെ ചുണ്ടിൽ നല്ലൊരു ചിരി വിരിഞ്ഞു. പോയി, എല്ലാം പോയി. എന്തിനായിരുന്നു ഇന്ന് ഇത്ര സന്തോഷം? ദേവമാഷ് പറഞ്ഞപ്പോൾ എന്താ സന്തോഷം പോയത്? 1000 തവണ പറഞ്ഞതല്ലേ അനന്തൻ പാർവതിയുടെ ആണെന്ന്. ഭദ്രയ്ക്ക് തലപെരുത്തു. പക്ഷെ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് അവൾ മുഖം തുടച്ച് ഒരു ചിരി എടുത്തൊണിഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും മനസ്സ് ശാന്തമല്ലായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, എന്തായാലും അമ്പലത്തിൽ പോവണം. മഹാദേവനെ കണ്ടാൽ മനസ്സിന് നല്ല ശാന്തമാണ്. സ്കൂൾ വിട്ടതും ഭദ്ര വേഗം ഇറങ്ങി. ദേവമാഷ് ഇറങ്ങി വരുമ്പോഴേക്കും ഭദ്ര ഓട്ടോയിൽ കയറിയിരുന്നു. ഛേ, അവൻ നിരാശയോടെ കൈകൂട്ടിപ്പിടിച്ച് തുടയിലിടിച്ചു. ഓട്ടോയിൽ ഭദ്ര നെറ്റിയിൽ കൈവച്ച് തലതാഴ്ത്തിയിരുന്നു. ചേച്ചി, പിള്ളേര് തലവേദനയായോ? ഏയ് ഇല്ലടാ. നിനക്ക് ഇന്ന് വൈകിട്ട് എന്താ പരിപാടി? എനിക്കെന്താ, ആരേലും ഓട്ടം വിളിച്ചാൽ പോകണം. എന്നാൽ നീ എന്നെ ഒരു 5:30 ആവുമ്പോൾ അമ്പലത്തിലാക്കോ? ദീപാരാധന കഴിഞ്ഞ് വരണം. ഓ, അതിനെന്താ ചേച്ചി. ചേച്ചി പോയി റെഡിയായിക്കോ. വീടെത്തിയതും ഭദ്ര ഇറങ്ങി. അഖിൽ തലയാട്ടി ഓട്ടോ എടുത്തുപോയി. ഭദ്ര മേലെടുത്തേക്ക് നോക്കാൻ പോയില്ല. ഈ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതൊന്നും കേൾക്കാതെ അതിന് തോന്നിയ പോലെ ഓരോന്ന് ചിന്തിക്കും. എന്നിട്ട് ദുഃഖിക്കാനോ ഈ ഞാൻ മാത്രം. ഭദ്ര മനസ്സിന് നല്ലപോലെ പ്രാഗി. സത്യ വന്നിട്ടുണ്ടായിരുന്നില്ല. ലീവ് കഴിഞ്ഞ് ഇന്ന് കയറിയതാണ്. ആള് നൂൽ കമ്പനിയിലാണ്. ഭദ്ര കുളിച്ചു വന്ന് വേഷം മാറി. സാധാ ഒരു സെറ്റ് മുണ്ടാണ് ഉടുത്തത്. വലിയ ചമയൊന്നും ചെയ്യാൻ നിന്നില്ല. കണ്ണന്ത് കടുപ്പിച്ചെഴുതി. അവൾ പിന്നാമ്പുറത്തേക്ക് നടന്നു. ലാങ്കി നോക്കി. കുറച്ചൊക്കെ വീണ് കിടക്കുന്നുണ്ട്. കുറേയൊക്കെ വീണ് കൊടുക്കുന്നത് നിറച്ചു വെച്ച വെള്ളപാത്രത്തിലാണ്. ഭദ്ര നിലത്തു വീണ ലാങ്കി എടുത്ത് പൊടി കളഞ്ഞു. നനഞ്ഞ മുടിയിൽ തിരുകി. അവൾ ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ അഖിലെത്തിയിരുന്നു. ഭദ്ര നിലത്ത് വീണ ലാങ്കി എടുത്ത് പൊടി തട്ടി കളഞ്ഞു. നനഞ്ഞ മുടിയിൽ തിരുകി. അവൾ ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ അഖിലെത്തിയിരുന്നു. ഭദ്ര വേഗം വീട് പൂട്ടി ഇറങ്ങി. ആഹാ, ഇന്ന് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. എന്തായാലും പെടച്ചു. എന്ത്? ഓ, നന്നായിട്ടുണ്ടെന്ന് എൻ്റെ ചേച്ചിയെ. ഭദ്ര അതിന് ചിരിച്ചേ ഉള്ളൂ. പോകുന്ന വഴിയിൽ കവലയിൽ വെച്ച് ഭദ്ര ജാനുമ്മയും പാർവതിയും കണ്ടു. ഇതല്ലേ അനന്തേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണ്? ഭദ്ര പാർവതിയെ കാണിച്ചു പറഞ്ഞു. അനന്തേട്ടനാ? പിന്നെ ആൾക്ക് വേറെ പണിയില്ല. ഇവള് ലോക കള്ളിയാ. ഇവളുടെ നാടകം അനന്തേട്ടൻ കൈയോടെ പിടിച്ചു. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ചേച്ചി അറിഞ്ഞില്ലേ? എന്നോട് വിഷ്ണു പറഞ്ഞു. ശങ്കരനച്ഛൻ പറഞ്ഞതാട്ടോ വിഷ്ണുവിനോട്. ഭദ്രയ്ക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അടിവയറ്റിലേക്ക് ഒരു തണുപ്പ്. ഹൃദയം ക്രമാതീതമായി മിടിച്ചു. ചേച്ചി ഇറങ്ങുന്നില്ലേ? ഭദ്ര വേഗം ഇറങ്ങി. അറിയാത്ത പെൺകുട്ടികളെക്കുറിച്ച് ഒരിക്കലും തെറ്റായി അഭിപ്രായം പറയാൻ പാടില്ലാട്ടോ. ചേച്ചി മദർ തെരേസയായി നടന്നോ? ലാസ്റ്റ് അവള് അനന്തേട്ടനെ കൊത്തിക്കൊണ്ടു പോവും. ഭദ്ര നെറ്റിയിൽ തട്ടിയിട്ട് വേഗം അമ്പലത്തിലേക്കുള്ള പടികൾ കയറി. അനന്തൻ 6 മണിയോടെ വീട്ടിലെത്തി. അവൻ വേഗം കുളിച്ച് ഡ്രസ് മാറി ബാൽക്കണിയിലേക്ക് ചെന്നു. സത്യയുടെ വീട്ടിലേക്ക് നോക്കി. സത്യയാണ് തുളസിത്തറയിൽ വിളക്കി വെക്കുന്നത്. അനന്തൻ അരമണിക്കൂറോളം അവിടെ നിന്നെങ്കിലും ഭദ്രയെ കാണാൻ കഴിഞ്ഞില്ല. അവൻ വീണ്ടും അങ്ങോട്ട് നോക്കി. സത്യയോട് എന്തോ സംസാരിച്ചിറങ്ങി വരുന്ന ശങ്കരനെ കണ്ടു. അനന്തൻ വേഗം താഴേക്ക് ഇറങ്ങി ഹാളിൽ വന്നു. ശങ്കരൻ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരുന്നേയുള്ളൂ. അനന്തൻ ഉമ്മറത്തേക്ക് ചെന്നു ഗൗരവത്തിൽ നിന്നു. ഭദ്രയെ കണ്ടോ മാമേ? അനന്തൻ ഗൗരവത്തിൽ ഷർട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ആ കൊച്ച് അമ്പലത്തിൽ പോയേക്കുക. അഖിലിന്റെ ഓട്ടോയിൽ. നീ ഇത്ര നേരം മുകളിൽ നിന്നിട്ട് കണ്ടോ? ഇല്ല. അനന്തൻ പറഞ്ഞു കഴിഞ്ഞതും അബദ്ധം പറ്റിയ പോലെ തലതാഴ്ത്തി കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. ചമ്മണ്ട, നീ മുകളിൽ നിന്ന് ദർശനം നടത്തുന്നത് ആരും അറിയില്ലെന്ന വിചാരം. ശങ്കരൻ പറഞ്ഞു കേട്ട് അനന്തൻ നിറഞ്ഞു ചിരിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ കയറി ബാൽക്കണിയിൽ തന്നെ പുറത്തേക്ക് നോട്ടം കെട്ടുന്ന രീതിയിൽ സോപാനത്തിലിരുന്നു. ദീപാരാധന തുടങ്ങുമ്പോൾ ജാനുവും പാറും അമ്പലത്തിലെത്തിയിരുന്നു. കത്തിച്ചു വെച്ച് വിളക്കിനരികിൽ കണ്ണടച്ച് നിൽക്കുന്ന ഭദ്രയെ കണ്ട് ജാനു കണ്ണിമയ്ക്കാതെ നോക്കി. അമ്മമ്മ എന്താ നോക്കണേ? പാറു ജാനുവമ്മയെ ദേഷ്യത്തോടെ നോക്കി. ദേ നോക്ക്, എന്ത് രസ ആ കൊച്ചിനെ കാണാൻ, ജാനുവമ്മ പറഞ്ഞു. ഏത്? അത് ഭദ്രയല്ലേ? ആ, ഇതാണോ ഭദ്ര? കുട്ടി വലുതായി, നല്ല ഐശ്വര്യം. പാറുവിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ നടയിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ശിവനെ, ഈ ഭദ്ര പോകുന്ന പോക്കിൽ എങ്ങനെയെങ്കിലും തീർന്നു കിട്ടണേ. ഞാൻ എത്ര വേണമെങ്കിലും തരാം. ഭദ്ര കണ്ണുകൾ തുറന്നു. മനസ്സിപ്പോൾ ശാന്തമാണ്. ഭഗവാനെ കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ശാന്തത ചെറുതല്ല. ദീപാരാധന കഴിഞ്ഞു. എല്ലാവരും ഇറങ്ങി. പാറു പകയോടെ ഭദ്രയെ നോക്കുന്നുണ്ടായിരുന്നു. ഭദ്ര ആണെങ്കിൽ അഖിലിനെ കാണാത്തത് കൊണ്ട് പടികളിലിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും അഖിലിനെ കണ്ടില്ല. സമയം കുറെ കഴിഞ്ഞുപോയി. ആകെ ഒരു ആശ്വാസം പൂജാരിയായിരുന്നു. അയാളും അമ്പലം പൂട്ടി ഇറങ്ങി. കുട്ടി എന്താ ഇവിടെ ഇരിക്കുന്നേ? പോവുന്നില്ലേ? ഇല്ല, ഓട്ടോ വിളിച്ചിട്ടുണ്ട്.
ആ എന്നാൽ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. അത്രയും പറഞ്ഞ് പൂജാരി പടികളിറങ്ങി. ഭദ്ര പേടിയോടെ അയാൾ പോകുന്നതും നോക്കിയിരുന്നു. ഫോൺ പോലുമില്ല. വഴിയിലാണെങ്കിൽ ആകെയുള്ളത് സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രകാശം. അവൾ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. സമയം 7:30. ഇതുവരെ ഭദ്ര വന്നിട്ടില്ല. ഇടയ്ക്കിടെ സത്യ വന്ന് പുറത്തു നോക്കി പോകുന്നുണ്ട്. ആനന്ദൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അഖിൽ പാവം പയ്യനാണ്. അതുമാത്രമല്ല, വരുന്ന വഴിക്ക് മംഗലത്തെ പടിപ്പുരയിൽ വേണു ശാകേഷും നിൽപ്പുണ്ടായിരുന്നു. അവൻ വേഗം ഫോണെടുത്ത് അഖിലിനെ വിളിച്ചു. ഹലോ, എന്താ അനന്തേട്ടാ? നീ എവിടെയാ? ഞാൻ ആശുപത്രിയിൽ. അച്ഛന് വയ്യാതെ പെട്ടെന്ന് കൊണ്ടുവന്നിരിക്കുക. അപ്പോ ഭദ്ര? അയ്യോ അനന്തേട്ടാ, ഞാൻ മറന്നുപോയി. അഖിൽ ബാക്കി പറയുന്നതിന് മുമ്പേ അനന്തൻ ഫോൺ കട്ടാക്കി. അനന്തൻ കാലുകൊണ്ട് സോപാനത്തിൽ തൊഴിച്ചു. അവൻ വേഗം ബുള്ളറ്റിൽ ചാവിയെടുത്ത് താഴേക്ക് ചെന്നു. ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സത്യ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്തോ പറയാൻ ശ്രമിക്കുന്ന അവരെ നോക്കി അനന്തൻ വണ്ടി മുന്നോട്ടെടുത്തു. മംഗലത്ത് അപ്പോഴും വേണു ശാകേഷും ഉണ്ടായിരുന്നു. അനന്തന് ടെൻഷൻ കൂടി. കവല കഴിഞ്ഞ് പാടത്തേക്ക് വണ്ടി ഇറക്കി. അവൻ വഴിയിലൊക്കെ ഭദ്രയെ നോക്കി. ഇല്ല, വഴിയിലൊന്നുമില്ല. വഴിയിൽ മാത്രമേ വെളിച്ചമുള്ളൂ. ബാക്കി പാടത്തൊക്കെ കൂരിട്ടാണ്. അനന്തന്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നപ്പോൾ അവൻ കണ്ണുകൾ ഇറുക്കിമൂടി തുറന്നു. ഭദ്രയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ അവനെ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവന്റെ കണ്ണുകൾ ചുവന്നു. അത് നിറഞ്ഞു. സ്കൂൾ കഴിഞ്ഞതും അനന്തൻ കണ്ടു വേഗത്തിൽ നടക്കുന്ന ഭദ്രയെ. അവൻ കിതപ്പോടെ വണ്ടി നിർത്തി. അവൾക്കടുത്തേക്ക് നടന്നു. അനന്തനെ കണ്ടതും ഭദ്ര പെട്ടെന്ന് നിന്നു. ആരുടെ അമ്മേനെ കെട്ടിക്കാൻ പോയതാടി ഈ നേരത്ത്? അനന്തൻ കൈമടക്കി ഓങ്ങുമ്പോഴേക്കും ഭദ്ര അവനെ ഇറുക്കി പുണർന്നിരുന്നു. അനന്തൻ ഷോക്കടിച്ച മട്ടിൽ നിന്നു. ഭദ്രയാണെങ്കിൽ ആലില പോലെ വിറയ്ക്കുന്നുണ്ട്. പേടിച്ച നീ? അനന്തൻ വലതു കൈകൊണ്ട് അവളുടെ മുടിയിൽ തലോടി. ഭദ്ര വിറയലോടെ മൂളി. പെട്ടെന്നവൾ അകന്നു മാറി തലതാഴ്ത്തി നിന്നു. വാ പോവാം. ഭദ്ര അവനെ മുഖമുയർത്തി നോക്കി. അവന്റെ കണ്ണുകൾ ചുവന്നിട്ടുണ്ട്. അവൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ട്. അനന്തൻ ഭദ്രയെ നോക്കി. കരിയെഴുതിയ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. ശരീരം ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട്. അനന്തൻ വേഗം തിരിഞ്ഞ് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. തിരിച്ചു ഭദ്രയെ നോക്കി. അവൾ മെല്ലെ പുറകിൽ കയറി സീറ്റിൽ പിടിച്ചിരുന്നു. അനന്തൻ ലാങ്കിയുടെ മണം ആഞ്ഞു ശ്വസിച്ചു. അവൻ വണ്ടിയെടുത്തു. ഭദ്ര അനന്തനെ കണ്ണാടിയിലൂടെ നോക്കി. ഒരു ചെവിയും താടിയുടെ ഒരു വശവും കാണാം. പിന്നെ കാണുന്നത് ഹാൻഡിൽ അമർത്തിപ്പിടിച്ച കൈകളാണ്. രോമാവൃതമായ കൈയിൽ തെളിഞ്ഞു കിടക്കുന്ന ഞരമ്പുകൾ അവയുടെ അഴക് കൂട്ടുന്ന പോലെ. അനന്തന്റെ നെറ്റിയിലും അങ്ങനെയുണ്ട്. ഭദ്ര ഓർത്തു. മംഗലത്തെത്തിയതും അനന്തൻ അങ്ങോട്ട് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. എന്നാൽ ഇരുവരും ഒരുമിച്ച് പോകുന്നത് ശരണ്യ കണ്ടു. അതിന്റെ ഫലമായി അവളുടെ ഫോണ് നിലത്ത് വീണ് ഉടഞ്ഞിരുന്നു. മേലിടത്തെത്തിയതും അനന്തൻ വണ്ടി നിർത്തി. ഭദ്ര ഇറങ്ങി പോവാതെ അനന്തന്റെ അടുക്കൽ നിന്നു. അവൻ വണ്ടിയിൽ തന്നെ ഇരുന്ന് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഭദ്രയാണെങ്കിൽ തലതാഴ്ത്തി നിൽപ്പാണ്. ഭദ്ര മുഖമുയർത്തി നോക്കിയതും അനന്തന്റെ കണ്ണുകൾ. അത് നേരിടാനാവാതെ അവൾ മുഖം താഴ്ത്തി. ഞാൻ അത് അറിയാതെ പെട്ടെന്ന് പേടിച്ചപ്പോൾ ഭദ്ര വിക്കി. അറിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അനന്തൻ പറയുന്ന കേട്ട് അവൾ മുഖമുയർത്തി നോക്കി. അവിടെയുള്ള ഭാവം. അവൾ വേഗം തലതാഴ്ത്തി തിരിഞ്ഞു നടന്നു. അന്ന് രാത്രി രണ്ടാൾക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അനന്തന്റെ ആ ഷർട്ടിൽ ലാങ്കി മണം നിറഞ്ഞു നിന്നു. അവനത് ആഞ്ഞു ശ്വസിക്കുന്നുണ്ടായിരുന്നു. അവൻ പുഞ്ചിരിയോടെ നെഞ്ചി തഴുകി. ഭദ്രയ്ക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അനന്തനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവന്റെ ഹൃദയമിടിപ്പ് കൃത്യമായി അറിഞ്ഞതാണ്. അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. ഉറക്കം കണ്ണിൽ വരാതെ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു.